എൻ്റെ പേര് അനൂപ്. കുട്ടനാട്ടിലെ ഗ്രാമപ്രദേശത്താണ് വീട്. ഇപ്പോൾ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയാണ്. എൻ്റെ അമ്മ സ്മിത, ഈ കഥയിലെ നായിക. അമ്മയെ കാണാൻ സുന്ദരിയാണ്. മാത്രമല്ല, അമ്മയ്ക്ക് മറ്റ് കാര്യങ്ങളോട് നല്ല താല്പര്യമുള്ള ആളായിരുന്നു. ഇനി നമുക്ക് കഥയിലേക്ക് വരാം. ഞാൻ 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാത്രി ഉറക്കമൊഴിച്ച് പഠനം തുടങ്ങിയ സമയത്താണ് അമ്മയ്ക്ക് ഇങ്ങനെയുള്ള ആഗ്രഹമുണ്ടെന്ന് ഞാൻ അറിയുന്നത്. ഒരു ദിവസം രാത്രി വെള്ളം കുടിക്കാനായി ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഞാൻ ആദ്യമായി അമ്മയുടെ അച്ഛൻ്റെയും മുറിയിൽ നിന്നും ചില ശബ്ദങ്ങൾ കേൾക്കുന്നത്. ആദ്യം എനിക്ക് ചില നാണം തോന്നിയെങ്കിലും പിന്നീടത് സ്ഥിരമായി കേട്ട് അതൊരു ശീലമായി. 12ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ അന്ന് ഞാനത് കാണുകയും ചെയ്തു. അന്നെനിക്ക് മനസ്സിലായി അമ്മയ്ക്ക് അച്ഛൻ മതിയാകുന്നില്ലെന്ന്. അച്ഛന് അത്ര ആരോഗ്യമൊന്നുമില്ല. പക്ഷെ അമ്മയ്ക്ക് അതിൽ ദേഷ്യമൊന്നും കാണിച്ച് ഞാൻ കണ്ടില്ല. അമ്മയ്ക്ക് അത്ര ഇഷ്ടമായിരുന്നു അച്ഛനെ. അങ്ങനൊരു ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോയി. ഞാൻ +2 എക്സാം കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് അപ്രത്യക്ഷമായി അച്ഛൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്നത്. എക്സാം റിസൾട്ട് ഒരു കമ്പ്യൂട്ടർ സെൻറ്ററിൽ നോക്കിയിട്ട് വരുമ്പോൾ ഞാനും അച്ഛനും സഞ്ചരിച്ച ബൈക്ക് ഒരു കാറുമായി കൂട്ടിയിടിച്ചു. അച്ഛൻ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. എനിക്ക് 3 ദിവസം കഴിഞ്ഞാണ് ബോധം വന്നത്. പെട്ടെന്നുണ്ടായ ആ അപകടത്തിൽ അമ്മയുടെ മനോനില തെറ്റി. അച്ഛൻ്റെ അനിയന്മാരായിരുന്നു പിന്നെ കുറച്ച് നാൾ ഞങ്ങളെ നോക്കിയിരുന്നത്. പിന്നെ അവരവരുടേതായ ജീവിതത്തിലേക്ക് പോയി. ഞാൻ പതിയെ നോർമലായി വന്നു. പക്ഷെ അമ്മയായിരുന്നില്ല. അമ്മയെ ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ ഞാൻ ചികിത്സിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ 2 വർഷത്തോളം അതിനായി മാറ്റിവെക്കേണ്ടി വന്നു. അമ്മ നോർമലായി വന്നതിന് ശേഷമാണ് ഞാൻ പഠനത്തിൻ്റെ കാര്യം പോലും ആലോചിച്ചത്. അങ്ങനെ ഞാൻ അവസാനം എറണാകുളത്തൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കാൻ പോയി. ആദ്യ ദിനം തന്നെ 2 കാര്യങ്ങൾ നടന്നു. എൻ്റെ പഴയ ഗേൾഫ്രണ്ടിനെ കണ്ടു, നയന. അവളും അവിടെയാണ് പഠിക്കുന്നത്. കൂടാതെ അവളുടെ സീനിയേഴ്സ്, കോളേജിലെ ഫൈനലിസ്റ്റ്. അവരെന്നെ റാഗ് ചെയ്യാൻ വന്നപ്പോഴാണ് അവൾ ഇടയ്ക്ക് കയറി അവർക്കെൻ്റെ മാനസികാവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അവർ 3 പേരുണ്ടായിരുന്നു: അഫ്സൽ, രാജേഷ്, കെവിൻ. പക്ഷേ അവൾ പറഞ്ഞ ഉടനെ അവർ വേണ്ടെന്ന് വെച്ചത് അവർക്ക് നല്ല മനസ്സായതുകൊണ്ടല്ല. അവർ കോളേജിന് പുറത്ത് വീട് വാടകയ്ക്കെടുത്താണ് താമസിക്കുന്നത്. അവിടെ കോളേജിലെ പലവരും അവരവിടെ കൊണ്ടുവരാറുണ്ട്. അതിൽ ഒരാളായിരുന്നു നയന. അതുകൊണ്ട് മാത്രമാണ് അവരെന്നെ അവൾ പറഞ്ഞത് കേട്ട് ഒന്നും ചെയ്യാതെ വിട്ടത്. ഇതിലെന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, രാജേഷിനെ കാണാൻ എൻ്റെ അച്ഛനെ പോലെയാണ്. എനിക്ക് ആദ്യ ദിവസം തന്നെ ഷോക്കായിരുന്നു അത്. നയനയുടെ സഹായത്തോടെ ഞാൻ അവരോട് അടുക്കുകയും രാജേഷിനോട് ഞാൻ ഈ കാര്യം പറയുകയും ചെയ്തു. അന്ന് അവരതിനെ ചിരിച്ചു തള്ളി. പിന്നീട് അവരുമായി നല്ല ബന്ധത്തിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രായത്തിന് മൂത്തതായതിനാൽ അവരെല്ലാം എന്നെ ചേട്ടനെ പോലെയാണ് കണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞങ്ങൾ കുറച്ച് പേർ കോളേജിലെ മതിൽ ചാടി പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി. അവിടെ വെച്ച് അപ്രത്യക്ഷമായി അഫ്സലിനെ കണ്ടു. അവരെന്തോ കഴിക്കാൻ ഫുഡ് മേടിക്കാൻ വന്നതായിരുന്നു. എൻ്റെ കൂടെ വന്നവർക്കെല്ലാം അവരെ പേടിയായതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചു. എന്നിട്ട് പോയി സംസാരിച്ചു. അഫ്സൽ ചെറുതായിട്ട് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഫുഡ് പിടിച്ചുകൊണ്ട് വണ്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് എന്നെയും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. അങ്ങനെ അവിടെ ആ വീട്ടിലെത്തി. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ മുകളിലത്തെ നിലയിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദം കേട്ടു. ഞാൻ അത് കേട്ട് നെട്ടിയപ്പോൾ അഫ്സൽ പറഞ്ഞു, "ആഹാ, ഞാൻ വരുന്നതിന് മുമ്പ് അവന്മാർ തുടങ്ങിയോ?" എന്നിട്ട് എന്നോട് പറഞ്ഞു, "ഡാ, നീ പൊക്കോ." ഞാനൊന്നും മിണ്ടാതെ ഇറങ്ങിപ്പോന്നു. പക്ഷേ ആ ശബ്ദം നയനയുടെ പോലെയാണ് എനിക്ക് തോന്നിയത്. അത് ഞാൻ ആരോടും പറഞ്ഞില്ല. നയനയാണെങ്കിൽ അടുത്ത ദിവസം കോളേജിൽ വന്നുമില്ല. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. എൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞു. റിസൾട്ട് വന്നു. ജയിച്ചില്ലെങ്കിലും മാർക്ക് കുറവായിരുന്നു. തുടർന്ന് PTA മീറ്റിംഗ്. ഞാൻ സാറിനോട് പറഞ്ഞെങ്കിലും മാർക്ക് കുറവായതിനാൽ അവർ വീട്ടിൽ നിന്നും ആരെങ്കിലും വിളിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു.
അമ്മയോട് ഞാൻ ഇതിനെക്കുറിച്ച് മടിച്ചാണ് പറഞ്ഞത്. പക്ഷേ അമ്മ വരാമെന്നും പറഞ്ഞു. അച്ഛൻ പോയതിനു ശേഷം അമ്മയെ ഞാൻ അങ്ങനെ ചിരിച്ച് കണ്ടിട്ടില്ല. അങ്ങനെ അമ്മ കോളേജിൽ വന്നു. അമ്മയുടെ മുഖത്ത് ചിരിയില്ലെങ്കിലും അമ്മ നല്ല സുന്ദരിയായി തന്നെയായിരുന്നു കോളേജിൽ വന്നത്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ പലരും അമ്മയെ എന്തൊക്കെയോ പറയുന്നുണ്ട്. PTA മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴാണ് ക്യാൻറ്റീനിൽ നിന്നും ഇറങ്ങി വരുന്ന രാജേഷിനെയും അഫ്സലിനെയും കെവിനെയും ഞാൻ കാണുന്നത്. അമ്മയെ കണ്ടപ്പോൾ തന്നെ അവരുടെ കണ്ണിലെ തിളക്കം ഞാൻ കണ്ടു. അതുപോലെ തന്നെ രാജേഷിനെ കണ്ടപ്പോൾ ഒരു നിമിഷം അമ്മ ഷോക്കായി. അച്ഛൻ്റെ അതേ രൂപമുള്ളവനായിരുന്നു രാജേഷ്. പക്ഷെ അമ്മ അവരെക്കുറിച്ച് ചോദിക്കും മുമ്പ് അവരിങ്ങോട്ട് വന്ന് സംസാരിച്ചു. അമ്മയ്ക്കാണെങ്കിൽ രാജേഷിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാൻ തോന്നിയില്ല. ഞാൻ അവരെ അമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇവർ എൻ്റെ സീനിയേഴ്സാണ്, രാജേഷ്, അഫ്സൽ, കെവിൻ. ഞാൻ അമ്മയോട് പറഞ്ഞു. ഹലോ, അമ്മ അവരോട് പറഞ്ഞു. അനൂപേ, ഇതാരാ, നിൻ്റെ ചേച്ചിയാണോ? കെവിൻ എന്നോട് ചോദിച്ചു. അല്ലടാ, ഇതെൻ്റെ അമ്മയാണ്, ഞാൻ പറഞ്ഞു. അമ്മയുടെ മുഖം നാണം കൊണ്ട് ചുവക്കുന്നത് ഞാൻ കണ്ടു. അമ്മ രാജേഷിൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. മോനെ കാണാൻ ഇവൻ്റെ അച്ഛനെ പോലെ തന്നെയുണ്ട്. ആ, അനൂപ് വന്നപ്പോൾ ഇത് തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനെന്നതൊരു തമാശയായിട്ടാണ് കണ്ടത്, രാജേഷ് പറഞ്ഞു. പിന്നെ കുറച്ചു നേരം കൂടി ഞാൻ സംസാരിച്ചു. അവരമ്മയെ ചായ കുടിക്കാൻ ക്യാൻറ്റീനിലേക്ക് വിളിച്ചു. അവിടെയും വെച്ച് കുറേ നേരം സംസാരിച്ചു. കുറേ നാളുകൾക്ക് ശേഷം അമ്മയെ വളരെ സന്തോഷവതിയായി ഞാൻ കണ്ടു. പോകുന്നതിന് മുമ്പ് അവരെ അമ്മ വീട്ടിലേക്ക് ഇടയ്ക്ക് വരാൻ പറഞ്ഞ് അമ്മ അവരെ ക്ഷണിച്ചു. അതിനുശേഷം അവരെന്നോട് വളരെ അടുപ്പത്തോടെയാണ് പെരുമാറിയത്. വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു. അത് അമ്മയോടുള്ള സ്നേഹം കൊണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ ഫെബ്രുവരി മാസമായി. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ടൂർ പ്ലാൻ ചെയ്തു. എല്ലാവരും ഫെബ്രുവരി 5-ന് ഫിക്സ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ക്ലാസ്സിലേക്ക് കയറി വരുന്നത്. ഞാനത് 6-ാം തീയതി ആക്കാൻ പറഞ്ഞ് വാശി പിടിച്ച് സമ്മതിപ്പിച്ചു. കൂടാതെ 5-ാം തീയതി എൻ്റെ അമ്മയുടെ പിറന്നാളാണ്. എല്ലാവരെയും അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. കൂടെ ഞാൻ അഫ്സലിനെയും കെവിനെയും രാജേഷിനെയും ക്ഷണിച്ചു. അമ്മയ്ക്ക് സന്തോഷമാകുമല്ലോ എന്ന് കരുതി. അങ്ങനെ 5-ാം തീയതിയായി. അമ്മ എല്ലാവർക്കുമായി ഫുഡ് ഉണ്ടാക്കി വെച്ചു. പിന്നെ കൂട്ടുകാരും സീനിയേഴ്സുമായി അവിടെ എല്ലാവരും വന്നു. കായലിൽ കുളിച്ചിട്ടാണ് എല്ലാവരും തിരിച്ചു പോയത്. പക്ഷെ സീനിയേഴ്സ് 3 പേരും കുറച്ചും കൂടി കഴിഞ്ഞാണ് പോയത്. അന്ന് വൈകിട്ട് ടൂറ് പോകേണ്ടിയിരുന്നതിനാൽ ഞാൻ സീനിയേഴ്സിനോട് പറഞ്ഞിട്ട് 4 മണി കഴിഞ്ഞ് എറണാകുളത്തേക്ക് ബസ് കയറി. അവർ കാറിൽ വന്നതിനാൽ അവർ വന്നോളാമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ വൈകിട്ട് കോളേജിലെത്തി. ബസ്സിൽ കയറുന്നതിന് മുമ്പ് അമ്മയെ ഒന്ന് വിളിച്ചു. ബസ്സിൻ്റെ ഉള്ളിൽ പാട്ട് വെച്ചതിനാൽ ഒന്നും വ്യക്തമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആദ്യം അമ്മ ഫോൺ എടുത്തില്ല. ഞാൻ വീണ്ടും വിളിച്ചു. ബെൽ തീരാറായപ്പോൾ അമ്മ ഫോൺ എടുത്തു. ആദ്യം ഒരു സൗണ്ട് കേട്ടു. അതിനുശേഷം അമ്മ പതിയെ ശബ്ദത്തോടു കൂടി, ആ, എന്താ മോനെ? എന്താ അമ്മേ, എന്തു പറ്റി? ഞാൻ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലടാ, ഞാൻ അടുക്കളയിലായിരുന്നു, ഓടി വന്നെടുത്തതാ, അതുകൊണ്ടാ. ആണോ? ഞാൻ ബസ്സിൽ കയറി, ബസ്സിപ്പോൾ വിടും, ഞാൻ പറഞ്ഞു. ആ മോനെ, എന്താ അമ്മേ, അമ്മ വല്ലാതെ കിതയ്ക്കുന്നുണ്ടല്ലോ. ഏയ്, ഒന്നുമില്ലടാ, ഞാൻ ഓടി വന്നതുകൊണ്ടാ. മോനെന്നാ വെച്ചോ, ശരി. ഞാൻ ഫോൺ വെക്കുന്നതിന് മുമ്പ് വീണ്ടും എന്തോ ഒരു ശബ്ദം ഞാൻ കേട്ടു. അങ്ങനെ പെട്ടെന്ന് കേട്ട് ഞാനത് കാര്യമായി എടുത്തില്ല. ബസ്സിൽ സൗണ്ടായിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ടൂറ് മൂന്നാറിലായതിനാൽ ഫോൺ റേഞ്ച് ഉണ്ടായിരുന്നില്ല. അങ്ങനെ 8-ാം തീയതി ടൂറ് കഴിഞ്ഞു. 9-ാം തീയതി രാവിലെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു. രാവിലെ 7 മണിയോടെ വീടിനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പോൾ അഫ്സലും രാജേഷും കെവിനും വന്ന കാറ് ചെറിയ പൊടിയും പിടിച്ച് അന്ന് പാർക്ക് ചെയ്ത അതേ സ്ഥലത്ത് കിടക്കുന്നത് കണ്ടു. എനിക്ക് പെട്ടെന്ന് ഒന്നും പിടികിട്ടിയില്ല. വണ്ടി കംപ്ലൈൻറ്റ് വല്ലതും പറ്റിയതായിരിക്കുമെന്നും കരുതി ഞാൻ വീട്ടിലേക്ക് നടന്നു. ഞാൻ ചെല്ലുമ്പോൾ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് പൂട്ടിയിരിക്കുകയായിരുന്നു. അമ്മ എഴുന്നേറ്റില്ലെന്നും കരുതി അമ്മയുടെ മുറിയിലെ സൈഡിലേക്ക് പോയി. ഞാൻ അകത്തു നിന്നും കുറച്ച് സൗണ്ട് കേട്ടു.
എൻ്റെ നെഞ്ചിൽ ഒരു മിന്നൽ പോയ പോലെയാണ് എനിക്കപ്പോൾ ഇത് കേട്ടപ്പോൾ തോന്നിയത്. അകത്തുനിന്നും രാജേഷിൻ്റെയും കെവിൻ്റെയും അഫ്സലിൻ്റെയും സംസാരം. കണ്ടോടാ, 3 ദിവസമായി നമ്മളിത് തുടങ്ങിയിട്ട്. എടാ ഒന്ന് പെട്ടെന്ന്, എൻ്റെ മോൻ ഇപ്പോൾ വരും, അമ്മ അവരോട് പറയുന്നത് കേട്ടു. അവൻ വന്നാൽ എന്താ, അവനും കാണട്ടെ, അഫ്സൽ പറഞ്ഞു. അതെല്ലാം കേട്ട് ഞാനാകെ തകർന്നു പോയി. എനിക്ക് ഇതെൻ്റെ അമ്മ തന്നെയാണെന്ന് തോന്നിപ്പോയി. പക്ഷേ അമ്മയുടെ ശബ്ദത്തിൽ അമ്മ വളരെ സന്തോഷത്തിലാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ നിന്നും നടന്നു മാറി പാടത്തിൻ്റെ സൈഡിൽ പോയിരുന്നു. അരമണിക്കൂറിന് ശേഷം അവർ പോകുന്നത് ഞാൻ കണ്ടു. അത് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ വീട്ടിൽ പോയത്. അമ്മ അവിടെ കിടക്കുന്നത് കണ്ടു. ഞാൻ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. പിന്നീട് കോളേജിൽ പോയപ്പോൾ അവരും എന്നെ നല്ലതുപോലെയാണ് കണ്ടത്. പക്ഷെ ചില ദിവസങ്ങളിൽ അവരുടെ വീട് പൂട്ടിയിരിക്കുന്നത് കാണാം. ആ ദിവസങ്ങളിൽ അമ്മയെ വിളിക്കുമ്പോൾ പല ശബ്ദങ്ങളും കേൾക്കാറുണ്ട്. ഞാനത് കണ്ടില്ലെന്ന് വെച്ചു. അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി പലതും ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി. അവർ 3 പേരും ഇത് തന്നെ തുടരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എന്തോ എനിക്കിതിനെക്കുറിച്ച് അമ്മയോട് ചോദിക്കാനും തോന്നിയില്ല. അമ്മയ്ക്ക് ഇതൊരാശ്വാസമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് ഞാനും കരുതി. പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ അമ്മയുടെ പുഞ്ചിരിക്കുന്ന മുഖം എനിക്ക് കാണാൻ സാധിച്ചു. അമ്മ ഇപ്പോൾ നല്ല സന്തോഷവതിയാണെന്ന് എനിക്ക് മനസ്സിലായി. ആ സന്തോഷം ഞാനായിട്ട് നശിപ്പിക്കാൻ എനിക്കത്ര ആഗ്രഹമുണ്ടായിരുന്നില്ല. അങ്ങനെ പലതും കണ്ടിൽ നടിച്ച് മാസങ്ങളും ദിവസങ്ങളും കടന്നുപോയി. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ വീടൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.